ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മളിത് UAE-ലെത്തിയത് ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞാനും പീക്കൂസൊക്കെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കസിൻസ് ഓൾമോസ്റ്റ് മിക്ക കസിൻസും ഈ UAE-ൽ അവിടെ ഇവിടെ ഒക്കെ പല എമിറേറ്റ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് എൻ്റെ കസിൻസൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതിന് ഞാൻ റെഡിയായി. പീക്കൂസിനെ ആദ്യമേ കുളിപ്പിച്ച് എന്താ പറയുക ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ കിടന്നുറങ്ങാൻ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് ഇവിടെ ഇപ്പോൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. എന്നാലും ആൾ ഉറങ്ങാനുള്ള ഒരു ലക്ഷണത്തിലാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇക്ക, സുഹൈൽക്ക, അസ്നത്ത, ഷബീർക്ക, ജെഫിത്ത, സബന താത്ത, അവരെ മക്കൾ, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ മട്ടൻ ബിരിയാണിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനാണ് ചിക്കൻ ഫ്രൈയുടെ ഇൻചാർജ്, ഞാനാണ്. അത് ഞാൻ ഇന്നലെ രാത്രി മസാല തേച്ച് വെച്ചു, ഇന്ന് പൊരിച്ചാൽ മതി. ഉമ്മ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മട്ടൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം. എൻ്റെ കസിൻസിനൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. എൻ്റെ കസിൻസും കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതേ ഉപ്പ ഓഫീസിൽ പോയേക്കാണ്. ഉപ്പ ഫുഡ് കഴിക്കാനായിട്ട് വരും. മമ്മയുടെ പൂച്ചക്കുട്ടിയാണോ ഇത്? മമ്മയുടെ പൂച്ചക്കുട്ടിയാണ്. കട്ട ചിരിച്ച് ഇത് മമ്മയുടെ പൂച്ചക്കുട്ടിയാണ്. ശുണ്ടിരി ബാബ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ട് ഇപ്പൊ പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുക, എല്ലാരും വെയിറ്റ് ചെയ്തിട്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഉടുപ്പ്, നല്ല രസമൊക്കെ ഉണ്ട് ഉടുപ്പ് കാണാൻ. പീക്കോസിനും അറിയാലേ നല്ല ഭംഗിയുണ്ടെന്ന്. എന്നിട്ട് എന്തൊക്കെ സ്വപ്നം കണ്ട്? എന്താ സ്വപ്നം കണ്ടേ? എന്നിട്ട് പൂച്ച പിടിക്കാൻ പോയാ? പൂച്ചെലീനെ പിടിച്ചാ? ആണോ? പൂച്ചെലീനെ പിടിച്ചാ? പാവേലി അല്ലേ? പാവേലി. ഒന്ന് തുറക്കോ. ഹായ്. പിന്നല്ല അമ്മോ, അയ്യോ അയ്യോ തണുപ്പായിട്ട് ഓയിലൊക്കെ ഐസായല്ലേ? എന്റെ ചിക്കൻ ഫ്രൈ ഇവിടെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ്. കഴിച്ച് കയറ്റിയൊക്കെ പറയാ. ഇന്നലെ ഞാൻ മസാല ഒക്കെ പറ്റി വെച്ച് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി ഞാനൊരു 2-3 പീസ് എടുത്ത് പൊരിച്ച് കഴിച്ച് നോക്കാം. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്തൊക്കെ കുറവുണ്ടാവും. പക്ഷെ പിന്നെ എനിക്ക് വിശപ്പ് ഉണ്ടായില്ല, അതൊന്നും ഞാൻ കഴിച്ചില്ല. പക്ഷെ കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ആ ഭംഗിയൊന്നും സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഭംഗി കാണിച്ചു കൊടുക്ക്. തോന്നുന്നു. ഹായ്, ബേബിനെ എടുക്കണ്ടേ കെൻസ? മുറുക്കി പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ മുത്തുമ്മ. ഇവിടെ ആകെ കൂടെ ഒരു തിക്കും ബഹളമായിരുന്നു ആ കണ്ടിരുന്നത്. വന്നതിന്റെ പീക്കുവിന്റെ അടുത്തേക്കണേന്. പീക്കു ആണെങ്കിൽ സുഹൈൽഖാനായിട്ട് ഭയങ്കര ഒരു കമ്പനി ഞാൻ കാണുന്നുണ്ട്. ബാക്കിയുള്ള ആരായിട്ടും അങ്ങനെ അങ്ങോട്ട് അയച്ചില്ല. ഇപ്പൊ അതേ കുഞ്ഞന്മാരൊക്കെ ഫുഡ് കഴിക്കുവാണ്. കെൻസ ബേബിയും ഹന ബേബിയും ഒക്കെ ഫുഡ് കഴിക്കുവാണ്. ഇനി ഷബീർക്ക, ജെഫിത്ത അവരുടെ മക്കളും കൂടി വരാനുണ്ട് കേട്ടോ. പക്ഷെ അവർ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെ വിശപ്പ് വന്നു തുടങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ കുറച്ചായിട്ട് ഓരോരുത്തർ ഫസ്റ്റ് റൗണ്ട് എന്നുള്ള പോലെ ബിരിയാണി കഴിച്ചു തുടങ്ങി കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ വരുമ്പോൾ ഒരു ട്രിപ്പും കൂടി ഇരിക്കുകയല്ലോ. അങ്ങനെ പപ്പടം. എനിക്കുള്ള ചോറ. എനിക്ക് ഇത്രയൊന്നും വേണ്ട. ഇത്ര മതി. ഒരു കഷ്ണം കൂടി തന്നു. ഒരാളെയും പപ്പ ഹിറ്റ് ചെയ്തില്ല. ഓരോരുത്തരും അവിടെ പോയി വിളമ്പണം.
കയ്യിൽ ഉണ്ണിയായ കുറച്ചിങ്ങോട്ട് വിളമ്പി ഇടാ ഒന്ന് ഒരു കണ്ണ് വെച്ചോളാം. പക്ഷേ പ്ലേറ്റ് ഹീല കൊടുന്നാലും ആ ഞാൻ കൊണ്ടുവരും. അവർക്ക് ഉണ്ടാവുമല്ലോ ഇവരൊക്കെ മാന്തിക്കൊണ്ട് പോയി. ആ സൈഡിൽ അല്ലല്ല, ആ സൈഡില് പിന്നെ കുറച്ച് റൈസ് താടെ കയ്യില് ബേബി ഉമ്മ. മോളെ ഞാൻ വീണ്ടും ഒന്ന് ഡ്രസ്സ് മാറി. ഷെബീർക്കും ജെഫിത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷെബീർക്കും ജെഫിത്തൊക്കെയാണ് ഇപ്പോൾ അതേ ബേബീനെ കളിപ്പിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് നമ്മളെല്ലാവരും കൂടി. ഒന്ന് നമ്മളിവിടെ മാൻഗ്രൂവ് ബീച്ചിൽ വേണ്ടി ഒക്കെ ഒന്ന് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയി. പീക്കോസ് നോക്കി നല്ല രസമില്ലേ, ടെഡി ബെയറിന് പോലില്ലേ കാണാൻ, തൊപ്പിയൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടില്ലേ. അപ്പോൾ ഞങ്ങളിതേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകും. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഓടിക്കണോ? ഓടിക്കണം എന്തായാലും. പക്ഷേ ഞങ്ങളങ്ങനെ ഓരോ വണ്ടിയായിട്ടാണ് വരുന്നത്. സുഹൈൽക്കാരുടെ കാറിലാണ് ഉമ്മയും അസ്നത്തൊക്കെ വരുന്നത്. ഞാനിതേ ഷെബീർക്കാരുടെ കാറിൽ കയറി ഞങ്ങളിതേ പോവാണ്. എനിക്ക് ഈ കാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൻ്റെ ശരിക്കൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇടാനിരിക്കുന്നു. ഈ കാറിൻ്റെ അത്ര രസമുണ്ട്. നമ്മളിതേ എത്തി. ജെഫിത്താടെ കയ്യിലാണ് ആളിരിക്കുക, സുഖമായിട്ടിരിക്കുക. അവൾക്കാണെങ്കിൽ തണുത്ത കാറ്റൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ. നമുക്ക് തണുക്കുകയാണെങ്കിലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ തണുത്ത കാറ്റൊക്കെ. അങ്ങനെ ഞങ്ങളിതേ ഫുള്ള് ചുറ്റിക്കറങ്ങി നടക്കുവാണ്. സത്യം സത്യം. നമ്മളിവിടെ ഉമൽ ക്വയിനിലുള്ള മാൻഗ്രൂവ് ബീച്ചിൽ വന്നേക്കോട്ടെ എല്ലാവരും കൂടെ. കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. സൺസെറ്റ് അവിടെയാണ്. അവിടെ മൂണുണ്ട്. എവിടെ അതെ മൂണുണ്ട്. ആർക്കൊരു വിഷമവുമില്ല, രണ്ടും ഉണ്ട്. ഇവിടെ ഉണ്ട് പീക്കോസ് ഉണ്ട്. സ്മോള് വേണേ. എപ്പോഴും ഇവിടെ നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടുന്ന് പോവാനേ തോന്നില്ല, അത്ര എനിക്കിഷ്ടപ്പെട്ടു. കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആർക്കും സത്യം പറഞ്ഞാൽ വിശക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച എല്ലാവർക്കും കൂടി ഒന്ന് ഇരുന്ന് സംസാരിച്ചൊന്ന് ചില്ല് ചെയ്തിരിക്കാന്ന് വെച്ചിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കഫേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ പോയിരുന്ന് അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. വിശപ്പില്ലാത്ത ഞങ്ങൾ കുറച്ച് പിസ്സ, ചിക്കൻ വിങ്സ്, ഫിഷ് ഫിംഗേഴ്സ് അതൊക്കെ മേടിച്ച് ഞങ്ങളിത് എല്ലാവരും കൂടി കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ പോയിട്ട് നമ്മളുടെ സ്ഥിരം നമ്മളെല്ലാ കസിൻസും കൂടി കഴിഞ്ഞാൽ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ കാർഡ്സ് കളിക്കുക. ഞങ്ങൾ കസിൻസ് കൂടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ കാർഡ്സ് കളിക്കാനാണോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ മെയിൻ സാധനം ഡോങ്കി, ബ്ലഫ്, റമ്മി, ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും മെയിൻ സാധനം. ഇന്ന് ഞങ്ങൾ കളിച്ചത് ഡോങ്കിയാണ്. ഡോങ്കി തന്നെയാണ് നമ്മൾ കളിച്ചിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഡോങ്കി കളിക്കുക കേട്ടോ. അയ്യോ അത് ഭയങ്കര രസം. ഒന്നാമത് ഇത്രയും കുറേ പേരുള്ളപ്പോൾ ഭയങ്കര രസം. നിങ്ങൾ കസിൻസൊക്കെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്, പിന്നെ ആക്ഷൻ കളി, അതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സുഹൈൽക്കയും അസ്നത്തെയും കെൻസ ബേബിയും ഇന്നിവിടെ സ്റ്റേ ആണ്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് തിരിച്ചു പോവും. രാത്രി എല്ലാം കളിയും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു പോവും.
അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു ദിവസം ദേ ഇന്ന് കഴിയുവാണ് കേട്ടോ. ഇന്ന് ഫുള്ളായിട്ട് നമ്മുടെ ദിവസം കഴിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും കുറേ പേര് പോകുമ്പോൾ ഭയങ്കര വീട് എംപ്റ്റിയായ പോലെ തോന്നും. അങ്ങനെയാണ്. ഇത് ഗ്ലോബൽ വില്ലേജിന്നാണ്. അല്ല, ഒരു മറ്റേ ഇവിടുന്ന് എന്താണ് ഇപ്പൊ അടച്ച് ഫ്ലാഷാ. ഇവിടുത്തെ അജ്മാൻ അങ്ങനെ ദേ പീക്കൂസ് സുഖമായിട്ട് ഉറങ്ങി. പീക്കൂസിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും കിടക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ദേ ഇവിടെ കഴിഞ്ഞു കേട്ടോ, കസിൻസിനൊക്കെ ആയിട്ടുള്ള. ഇനി അടുത്തൊരു വ്ളോഗ് ദേ ഇവിടെ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടായിരിക്കുക. അത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്, സി യു, ബൈ ബൈ. ഉമ്മ എൻ്റെയും പീക്കൂസിൻ്റെയും ബഗ ഉമ്മ.